നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. പകർന്നു കത്തുന്ന പോരാട്ടം. ജിഷ്ണു പ്രണയുടെ മരണത്തിൽ നീതി തേടിയുള്ള അമ്മയുടെ സമരത്തിൽ പങ്കുചേർന്ന മകൾ ആവിഷ്ണ. അമ്മ മഹിജ തിരിച്ചെത്തുന്നതുവരെ ജിഷ്ണുവിന്റെ സഹോദരി കോഴിക്കോട്ടെ വീട്ടിൽ നിരാഹാരം അനുഷ്ഠിക്കും. കൃഷ്ണദാസിനോടുള്ള അതേ വിരോധം പോലീസിനോടുമുണ്ടെന്നും ആവിഷ്ണ. അതേസമയം തലസ്ഥാനത്തെ പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ ആശുപത്രിയിലുള്ള മഹിജയും നിരാഹാരത്തിൽ. തന്റെ സമരം സർക്കാരിനോടല്ല, നീതിക്ക് നേരെ കണ്ണടയ്ക്കുന്ന പോലീസിനോടെന്ന് പ്രതികരണം. മഹിജയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. ജിഷ്ണു കേസിൽ രണ്ടാം പ്രതിയും നെഹ്റു കോളേജ് PROയുമായ സജിത് വിശ്വനാഥൻ പോലീസിനു കീഴടങ്ങിയത് ഇന്നലെ രാത്രി. മുൻകൂർ ജാമ്യം നിലനിൽക്കുന്നതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ രാത്രി തന്നെ വിട്ടയച്ചു. ഒന്നാം പ്രതി P കൃഷ്ണദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ചൊവ്വാഴ്ച രാത്രി. പടരുന്ന പ്രതിഷേധം. ജിഷ്ണുവിന്റെ അമ്മ മഹിജയെ നടുറോഡിൽ വലിച്ചിഴച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനം. രാവിലെ 6-ന് ആരംഭിച്ച UDF BJP ഹർത്താൽ ഏറെക്കുറെ പൂർണ്ണം. പലയിടത്തും KSRTC ബസ്സുകൾ ഓടിയില്ല. സ്വകാര്യ വാഹനങ്ങൾ തടയാത്ത ഹർത്താൽ ശാന്തം. ഇന്നലെ രാവിലെ DGP ഓഫീസിന് മുന്നിൽ പോലീസ് പരാക്രമത്തിൽ പരിക്കേറ്റ മഹിജ, ഭർത്താവ് അശോകൻ, മഹിജയുടെ സഹോദരൻ ശ്രീജിത്ത് എന്നിവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. അമ്മയാണെന്ന് പറഞ്ഞിട്ടും തന്നെ പോലീസ് ചവിട്ടി വീഴ്ത്തി വലിച്ചിഴച്ചെന്ന് മഹിജ. ജിഷ്ണുവിന്റെ അമ്മയ്ക്കും കുടുംബത്തിനുമെതിരായ പോലീസ് അതിക്രമത്തിൽ വ്യാപക പ്രതിഷേധം. DGP സ്ഥാനത്ത് നിന്ന് ലോക്നാഥ് ബെഹ്റയെ മാറ്റണമെന്ന് രമേശ് ചെന്നിത്തലയും സംഭവം കേരളത്തിന് അപമാനമെന്ന് ഉമ്മൻചാണ്ടിയും. പോലീസിനെ നിയന്ത്രിക്കാനാകുന്നില്ലെങ്കിൽ പിണറായി വേറെ പണി നോക്കണമെന്ന് കുമ്മനം രാജശേഖരൻ. കണി തേടുന്ന പണപ്പെട്ടി. കറൻസി ക്ഷാമത്തിന്റെ കെടുതിയിൽ ശമ്പള വരുമാനക്കാരും പെൻഷൻകാരും. ബാങ്കുകളിൽ ആവശ്യത്തിന് പണമില്ലാത്ത ദുരിതം ശമനമില്ലാതെ. പ്രതിസന്ധി തീരാൻ ഒരു ദിവസം കൂടി വേണമെന്ന് SBI. കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത് ട്രക്ക് സമരമെന്ന് വിശദീകരണം. നോട്ട് ക്ഷാമം ഇന്നലെ താളം തെറ്റിച്ചത് സംസ്ഥാനത്തെ 38 ട്രഷറികളുടെ പ്രവർത്തനം. ഉച്ചവരെ ഈ കേന്ദ്രങ്ങളിൽ 1 രൂപ പോലും എത്തിയില്ല. ബാക്കി ട്രഷറികൾ പിടിച്ചു നിന്നത് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള പണം ശമ്പള പെൻഷൻ വിതരണത്തിന് വകമാറ്റി. ഹർത്താലായതിനാൽ പ്രതിസന്ധി ഇന്നും തുടരും. സംസ്ഥാനത്തെ 220 ട്രഷറികളുടെ പ്രവർത്തനത്തിനായി ഇന്നലെ ആവശ്യപ്പെട്ടത് 109 കോടി രൂപയെങ്കിലും SBI നൽകിയത് വെറും 49 കോടി. കറൻസി അച്ചടിശാലകളിൽ ഓവർടൈം നിർത്തലാക്കിയതും പണം പിൻവലിക്കാനുള്ള നിയന്ത്രണം നീക്കിയതും വിനയായി. ട്രക്ക് സമരം കൂടി വന്നതോടെ സ്ഥിതി ഗുരുതരം. വിളിച്ചു വാങ്ങിയ വിലങ്ങ്. AK ശശീന്ദ്രനെ കുടുക്കിയ ഫോൺ കെണി വിവാദത്തിൽ ചാനൽ CEO ഉൾപ്പെടെ 5 പേർ റിമാൻഡിൽ. ചൊവ്വാഴ്ച രാത്രി അറസ്റ്റിലായ ഇവരെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയത് ഇന്നലെ വൈകിട്ട്. CEO R അജിത് കുമാർ, റിപ്പോർട്ടർ R ജയചന്ദ്രൻ എന്നിവരെ കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ സംഘം. അതേസമയം തന്നോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ AK ശശീന്ദ്രനെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി ചാനൽ ലേഖിക കോടതിയിൽ. ചാനൽ നിർദ്ദേശപ്രകാരം ശശീന്ദ്രനെ വിവാദത്തിൽ കുടുക്കിയ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി കോടതി. ഫോണിലൂടെ നിരന്തരം ശല്യപ്പെടുത്തിയെന്നും അശ്ലീല സംഭാഷണം നടത്തിയെന്നും ലേഖികയുടെ പരാതി. ശശീന്ദ്രനുമായി ലേഖിക സംസാരിച്ച മൊബൈൽ ഫോണും സംഭാഷണം പകർത്തിയ ലാപ്ടോപ്പും കണ്ടെത്താനാകാതെ പോലീസ്. ഇവ വാഹനത്തിൽ നിന്ന് മോഷണം പോയെന്ന ചാനൽ CEOയുടെ പരാതി മുഖവിലക്കെടുക്കാതെ ക്രൈംബ്രാഞ്ച്. യുവതി നൽകിയ പരാതിയിൽ കേസ് വീണ്ടും പരിഗണിക്കുന്നത് ഈ മാസം 15-ന്. വാദം തുടരുന്ന ലാവ്ലിൻ. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ കീഴ്ക്കോടതി നടപടിക്കെതിരെ CBI സമർപ്പിച്ച റിവിഷൻ ഹർജിയിൽ ഇന്ന് വാദം തുടരും. മുഖ്യമന്ത്രിക്ക് വേണ്ടി MK ദാമോദരൻ ഹാജരാകും. CBI തയ്യാറാക്കിയ കുറ്റപത്രം ശുദ്ധാസംബന്ധമെന്നായിരുന്നു കഴിഞ്ഞ തവണ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവയുടെ വാദം. കേസിലെ മറ്റു പ്രതികളുടെ വിശദീകരണവും ഇന്ന് കോടതിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.